ഗൈസ്, ഞാനിന്ന് പറയാൻ പോകുന്നത് പെരിഞ്ചേരി ലക്ഷ്മണ ക്ഷേത്രത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ എളയാവൂർ സംഗമേശ്വര ക്ഷേത്രത്തെക്കുറിച്ച് പരിചയപ്പെട്ടായിരുന്നു. ഈ വീഡിയോയിൽ പെരിഞ്ചേരി ലക്ഷ്മണ ക്ഷേത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ അറിയിക്കുക. വടക്കൻ കേരളത്തിലെ ഏക ലക്ഷ്മണ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് മട്ടന്നൂർ പെരിഞ്ചേരി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. മഹാവിഷ്ണുവിൻ്റെ ലക്ഷ്മണ സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠയുള്ള ഈ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായി നാലമ്പല ദർശനത്തിനായി നിരവധി തീർത്ഥാടകരാണ് എത്താറുള്ളത്. 1000-ൽ പരം വർഷത്തെ പഴക്കമാണ് പെരിഞ്ചേരി ക്ഷേത്രത്തിന് ഉള്ളത്. ഉത്സവം ട്രസ്റ്റി ബോർഡും ക്ഷേത്ര സംരക്ഷണ സമിതിയും ഭക്തജനങ്ങളുടെ സഹകരണത്തോടെ 1992 മുതൽ കുംഭമാസത്തിലെ ഉത്രട്ടാതി നാൾ മുതൽ 7 ദിവസം ഇവിടെ ഉത്സവം ആഘോഷിച്ചു വരുന്നു. എത്തിച്ചേരാനുള്ള വഴി: മട്ടന്നൂർ കൂത്തുപറമ്പ് റൂട്ടിൽ ഉരുവച്ചാലിൽ നിന്നും മണക്കായി റോഡിലൂടെ 1.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്താം. ഐതിഹ്യവും ചരിത്രവും: ത്രേതായുഗത്തിൽ ശ്രീരാമലക്ഷ്മണന്മാരുടെ വനവാസകാലത്ത് ഇവിടെ എത്തിയിരുന്നുവെന്നതാണ് ഐതിഹ്യം. മാരിജനെ തേടിപ്പോയ ശ്രീരാമൻ നീർവേലിയിലും സീതയ്ക്ക് കാവൽ നിൽക്കുന്ന രൗദ്രമൂർത്തിയായ ലക്ഷ്മണൻ പെരിഞ്ചേരിയിലും സീതയുടെ സങ്കല്പമായി കുളത്തുംവാതുക്കൽ ശ്രീ ഭഗവതി കോട്ടവും അറിയപ്പെടുന്നു. സീതാദേവിയുടെ സംരക്ഷണ ചുമതലയുള്ള ലക്ഷ്മണ സങ്കല്പമാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്ന് വിശ്വസിക്കപ്പെടുന്നു. പെരിഞ്ചേരി എന്നാൽ കോട്ടയം രാജസ്വരൂപം ആതിഥേയം അരുളിയ തളിപ്പറമ്പിനടുത്തുള്ള പെരിഞ്ചലൂർ എന്ന ഗ്രാമത്തിൽ നിന്നും ബ്രാഹ്മണരെ കുടിയിരുത്തിയതായി പറയപ്പെടുന്നു. പെരിഞ്ചലൂർ ലോപിച്ച് പെരുമയുള്ള ചേരി അഥവാ പെരിഞ്ചേരി ആയി കാലാന്തരത്തിൽ അറിയപ്പെട്ടു തുടങ്ങുകയായിരുന്നു. 1970 വരെ സാമ്പത്തിക സുസ്ഥിരതയുള്ള 5 ഊരാളന്മാർ ക്ഷേത്രോത്സവവും നിത്യനിദാനങ്ങളും നടത്തിയിരുന്നു. പിന്നീട് ഹിന്ദുമത ധർമ്മസ്ഥാപന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഭക്തജനയോഗം വിളിച്ച് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രവർത്തനം ആരംഭിച്ചു. പിന്നീട് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നിരന്തരമായ നിവേദനങ്ങളുടെ ഫലമായി പാരമ്പര്യേതര ഉൾപ്പെടുന്ന ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് രൂപീകൃതമായി. 1990 മുതൽ ക്ഷേത്രഭരണം പൂർണ്ണമായും ട്രസ്റ്റി ബോർഡ് ഏറ്റെടുത്തു. മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ ഉള്ള ഈ ക്ഷേത്രത്തിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പെരിഞ്ചേരി ക്ഷേത്രത്തിലേക്കെത്തുന്ന ആരെയും ആകർഷിക്കുന്നതാണ് ചെങ്കല്ലുകൾ കൊണ്ട് പടവുകൾ കെട്ടി ഒതുക്കിയ അതിവിശാലമായ ക്ഷേത്രക്കുളം. വഴിപാടുകൾ: നെയ്വിളക്ക്, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, വിദ്യാഗോപാല പുഷ്പാഞ്ജലി, മഞ്ഞപ്പട്ട്, അലങ്കാരപൂജ, ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി, നക്ഷത്രപൂജ എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. അടുത്ത വീഡിയോയിൽ പായം ശത്രുഘ്ന സ്വാമി ക്ഷേത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. കണ്ണൂർ ജില്ലയിലെ നാലമ്പല ക്ഷേത്രങ്ങളിൽ അവസാനത്തേതാണ് പായം ശത്രുഘ്ന ക്ഷേത്രം. നന്ദി, നമസ്കാരം.